ഇപ്പോൾ നമ്മൾ ഒരു ഫൈലം പഠിച്ചു കഴിഞ്ഞു. ഏതായിരുന്നു? ഫൈലം പോറിഫറ. പോറിഫറ നല്ലോണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവർ അടുത്ത ഒരു ഹയർ ഗ്രേഡിലോട്ട് വരിക. ആനിമൽസ് അടുത്ത ഹയർ ഗ്രേഡിലോട്ട് വരികയാണ്. അത് നമുക്ക് പഠിക്കാം. ഫൈലം നൈഡേറിയ ഓർ സിലിൻഡ്രൈറ്റ്സ്. ഫൈലം നൈഡേറിയ ഓർ ഫൈലം സിലിൻഡ്രേറ്റ. അപ്പോൾ ആദ്യം നമ്മൾ പോറിഫറ പഠിച്ചു. പോറിഫറ എങ്ങനെയാ? അവിടെ ഒരു സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനാണ്. അവിടെ ആനിമൽസിൻ്റെ ബോഡി ഈസ് ഫോംഡ് ഓഫ് ഓൺലി ആൻ ആഗ്രിഗേഷൻ ഓഫ് സെൽസ്. കുറേ സെല്ലുകളുടെ കൂട്ടം മാത്രമായിരുന്നു. അവിടെ സിമിലർ സെൽസ് ആർ നോട്ട് ഓർഗനൈസ്ഡ് ഇൻ ടു ടിഷ്യൂസ്. ഒരു ടിഷ്യൂ വരെ വന്നിട്ടില്ല അവിടെ. പക്ഷേ സെല്ലുകൾ കൂടുതലുണ്ട്. സിംഗിൾ സെല്ലിൽ നിന്ന് അവിടെ മൾട്ടി സെല്ലുലാർ ആണ്, പക്ഷെ സെല്ലുകളുടെ കൂട്ടം മാത്രമാണ്. അവർ ഒരു സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് വരുവാണ്. ഇവിടെയാണെങ്കിൽ നൈഡേറിയൻസ് ആർ ദ സിംപ്ലസ്റ്റ് മെറ്റാസോർബൻസ് വിത്ത് ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ ആദ്യം പഠിച്ചത് സെല്ലുലാർ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. സെല്ലുലാർ ഗ്രേഡിൽ നിന്ന് അടുത്ത ലെവലിലോട്ട് വരികയാണ്. ദാറ്റ് ഈസ് tissue level. Similar cells are organized into tissues for performing specific functions of the body. Similar cells കൂടിയിട്ട് ടിഷ്യൂ ആയിട്ടുണ്ട് ഇവിടെ വരാൻ നേരത്ത്. അടുത്ത ഫൈലത്തിലോട്ട് വരുമ്പോൾ ഫൈലം നൈഡേറിയൻസിൽ സിംപ്ലസ്റ്റ് മെറ്റാസോവൻസ് വിത്ത് ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇവരെങ്ങനെയാന്ന് പറഞ്ഞാൽ all are aquatic. എല്ലാവരും വെള്ളത്തിലാണ് കാണുന്നത്. മോസ്റ്റ് ഓഫ് ദ നൈഡേറിയൻസ് ആർ മെറൈൻ. പക്ഷെ ഫ്രഷ് വാട്ടറും ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താ? പോറിഫറയിൽ സ്പോഞ്ചസ്, മോസ്റ്റ് ഓഫ് ദ സ്പോഞ്ചസ് മെറൈൻ ആണ്. പക്ഷെ ഫ്രഷ് വാട്ടർ ഫോംസും നമ്മൾ പഠിച്ചു അല്ലേ? ഫ്രഷ് വാട്ടർ ഫോം. പക്ഷെ 90% ഓഫ് ദ സ്പോഞ്ചസും ഫ്രഷ് വാട്ടറാന്ന് പഠിച്ചു. പക്ഷെ ആ ക്ലാസിഫിക്കേഷൻ വരുമ്പോൾ അതിനകത്ത് മെറൈൻ ഉണ്ട്, ഫ്രഷ് വാട്ടർ ഉണ്ട്, പക്ഷെ എല്ലാം എക്വാട്ടിക് ആണ്. ഇവിടെ എല്ലാവരും എക്വാട്ടിക് ആണ്. മോസ്റ്റ് ഓഫ് ദ സിലിൻഡ്രൈറ്റ്സ് അല്ലെങ്കിൽ നൈഡേറിയൻസ് ആർ മെറൈൻ, ബട്ട് ഫ്യൂ ആർ ഫ്രഷ് വാട്ടർ. ഇവിടെ ഞാൻ ഒരു ടിപ്പിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആനിമലിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. എന്നിട്ട് ഞാൻ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് പറഞ്ഞു തരാം. എന്നാലേ നമുക്ക്, അല്ലെങ്കിൽ വെറുതെ ഞാനിങ്ങനെ ഇതിൻ്റെ ടിപ്പിക്കലായിട്ടുള്ള കുറേ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്, അത് പറയാൻ നേരത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാണെങ്കിൽ ഞാൻ ആദ്യം ഒരു ആനിമലിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ദ ഫൈലം സിലിൻഡ്രൈറ്റ്സ് ആർ ഓൾസോ നോൺ ആസ് ഫൈലം നൈഡേറിയ ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് എ സ്പെസിഫിക് സെൽ കോൾഡ് നൈഡോബ്ലാസ്റ്റ് സെൽസ്. നൈഡോബ്ലാസ്റ്റ് സെൽസ്. ഈ നൈഡോബ്ലാസ്റ്റ് സെൽസ് ഇവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ സ്പോഞ്ചസ് പഠിച്ചപ്പോൾ അവർക്ക് മാത്രമുള്ള ചില ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉണ്ട്. എന്തുവാ? അവരുടെ ബോഡി കൂടെ വെള്ളം കയറി ഇറങ്ങിപ്പോകും. എന്തോ അക്വിഫറസ് കനാൽസ് അല്ലെങ്കിൽ കനാൽ സിസ്റ്റം സ്പോഞ്ചസിന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് മാത്രമുള്ള ചില സ്പെസിഫിക് അല്ലെങ്കിൽ സ്പെഷ്യൽ സെൽസ് ആണ് നൈഡോബ്ലാസ്റ്റ് സെൽസ് ഓർ സ്റ്റിങ്ങിങ് സെൽസ്. ഈ സ്റ്റിങ്ങിങ് സെൽസ് ഉള്ളത് കാരണം നമുക്ക് അതിനെ പിടിച്ച ചൊറിയും അല്ലെങ്കിൽ ചെറിയ പ്രേനെയൊക്കെ ഇത് പാരലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സ്റ്റിങ്ങിങ് സെൽസ് ഉപയോഗിക്കും. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദീസ് സ്റ്റിങ്ങിങ് സെൽസ് ഓർ നൈഡോബ്ലാസ്റ്റ് സെൽസ്, ദീസ് ആനിമൽസ് ആർ കമ്മിങ് അണ്ടർ ദ ഫൈലം നൈഡേറിയ. നൈഡേറിയ എന്നുള്ള പേര് ഇതിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത്. നൈഡോബ്ലാസ്റ്റ് സെൽസ്. ഈ നൈഡോബ്ലാസ്റ്റ് സെൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ എന്തുവാ ബോഡി മുഴുവനും അതേപോലെ അവരുടെ ടെൻറ്റക്കിൾസിലും എല്ലാം ധാരാളമായിട്ട് കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ആണ് ദീസ് സ്റ്റിങ്ങിങ് സെൽസ് ഓർ നൈഡോബ്ലാസ്റ്റ് സെൽസ്. നൈഡോബ്ലാസ്റ്റ് സെൽസ് ഉള്ളത് കാരണം അവരുടെ ഫൈലത്തിന് ഫൈലം നൈഡേറിയ എന്നറിയപ്പെടും, അല്ലെങ്കിൽ സിലിൻഡ്രൈറ്റ്സ്. ഇപ്പം ഞാനിവിടെ ഒരു ടിപ്പിക്കലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ആനിമലിനെ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ സാലിയൻ ഫീച്ചേഴ്സ് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ
ഒരു ആനിമലിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഒബീലിയ. ഇവര് ഈ ഫൈലം നൈഡീറിയയിൽ വരുന്ന ആനിമൽസ് കോളനി പോലെ കൊളോണിയൽ ഫോംസ് ആയിട്ടും അല്ലാതെ സോളിറ്ററി ഒറ്റ ആണെങ്കിലും കാണപ്പെടും. കോളനി ആയിട്ടും അല്ലെങ്കിൽ സോളിറ്ററി ഫോംസ് ആയിട്ടും കാണും. ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ഈ ഒബീലിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൊളോണിയൽ ഫോം ആണ്. ഒബീലിയ മെറൈൻ ആണ്, കൊളോണിയൽ ആണ്. ഒബീലിയ ഈസ് എ മറൈൻ കൊളോണിയൽ ഫോം. ആൻഡ് ഈ കോളനി എന്ന് പറയുന്നത് ഒരു അറ്റാച്ച്ഡ് ആണ്. ഇത് കോളനി ഈസ് അറ്റാച്ച്ഡ് ടു എ സബ്സ്ട്രേറ്റം. വരയ്ക്കട്ടെ. ഇതിനെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ, നമ്മളിവിടെ സുവോളജി ഒരു ആനിമൽ സ്റ്റഡിയാണ്, പക്ഷെ ഈ ഒബീലിയനെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചെടി പോലെ ഇരിക്കും. ഒരു കുഞ്ഞു ചെടി ഇങ്ങനെ ഇരിക്കുന്ന ഒരു ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട്. അതൊരു ആനിമൽ ആണോ എന്ന് നമുക്ക് തോന്നത്തില്ല. ഒന്നാമത് ആനിമൽസ് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ടല്ല നമ്മുടെ മനസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കോളനി അല്ലെങ്കിൽ ഈ ഒബീലിയ എന്ന് പറഞ്ഞ ആനിമൽ ഇറ്റ് ഈസ് എ കൊളോണിയൽ ഫോം ആണ്. ആൻഡ് ദ കോളനി എന്ന് പറഞ്ഞ ട്യൂബ് പോലെ ഇരിക്കും. ദ കോളനി കൺസിസ്റ്റ് ഓഫ് എ ബ്രാഞ്ചസ് ഓഫ് ട്യൂബ്സ് ആൻഡ് ദ കോളനി ഇസ് അറ്റാച്ച്ഡ് ടു എ സബ്സ്ട്രേറ്റം. സാധാരണ സീവീഡിലോ റോക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഫിലും അല്ലെങ്കിൽ ഫ്ലോട്ടിങ് പൈൽസിലൊക്കെ വുഡൻ പൈൽസിലൊക്കെ ഒട്ടി ഇങ്ങനെ ഇരിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ നോക്കുവാണെങ്കിൽ പൂട പോലെ ഇരിക്കും. നേക്കഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഫർ ലൈക്ക് ഗ്രോത്ത് ആയിട്ട് തോന്നും. അപ്പൊ അതൊന്ന് വരയ്ക്കട്ടെ. ഒബീലിയ കോളനിയിൽ the colony consists of it's a colonial form and the colony consists of a highly branched system of tubes and the colony is attached to a substratum. കോളനി ഇങ്ങനെ ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിലോട്ട്, സബ്സ്ട്രേറ്റ് എന്ന് വെച്ചാൽ റോക്ക് ആകാം, വുഡൻ പൈൽസ് ആകാം, ഫ്ലോട്ടിംഗ് ലീവ്സ് ആകാം, എല്ലാം എന്തെങ്കിലോട്ടെങ്കിലും പറ്റിയാണ് ഈ കോളനി കാണുന്നത്. കോളനി ഇതിങ്ങനെ ട്യൂബ് മാതിരിയിരിക്കും കേട്ടോ. ആ ട്യൂബിന് പക്ഷേ ഹൊറിസോണ്ടൽ പോർഷൻസ് ഉണ്ട്. These horizontal portions of the colony, ഈ horizontal portion വെച്ചിട്ടാണ് the colony is attached to the substrate and this horizontal portion is called hydrorhiza. Hydrorhiza is the horizontal portion of the colony by which the colony is attached to a substrate. And from the horizontal portion, vertical portions arises, and these vertical portions are called hydroconus. From the vertical portion, lateral branches arises. ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെടി പോലെ ഇരിക്കുന്നല്ലേ. These lateral branches carry the individuals of the colony. It is an animal. ഒരു ആനിമൽ. അപ്പൊ ഇത് കൊളോണിയൽ ഫോം. അപ്പൊ ഒരു കോളനിയിലാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇൻഡിവിജ്വൽസ് വേണം. ആ ഇൻഡിവിജ്വൽസ് എല്ലാം ഈ ലാറ്ററൽ ബ്രാഞ്ചസിന്റെ അറ്റത്തായിരിക്കുന്നത്. ഇൻഡിവിജ്വൽസിനെ വരയ്ക്കട്ടെ.
this horizontal portion. The horizontal colony full of tube over the sanam tubular colony. And the horizontal portion of the colony by which the colony is attached to a substrate is called a hydrorhiza. From the hydrorhiza, vertical portions arises. And these vertical portions carry lateral branches. And the lateral branches the lateral branches carry the individuals of the colony. The individuals are called zooids. Individual they are called zooids. Zooids. In Lobelia colony, there are two types of individuals are there. രണ്ട് തരത്തിലുള്ള ഇൻഡിവിജ്വൽസ് ഉണ്ട്. രണ്ട് മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് തരത്തിലുള്ള ഇൻഡിവിജ്വൽസ്. വൺ ഇസ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇവർ ഒരു ഫിനോമിനൻ എക്സിബിറ്റ് ചെയ്യും. ദാറ്റ് ഫിനോമിനൻ ഈസ് കോൾഡ് പോളിമോർഫിസം. എന്താ പോളിമോർഫിസം? പോളിമോർഫിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഫിനോമിനൻ എക്സിബിറ്റഡ് ഓൺലി ബൈ കൊളോണിയൽ ഫോംസ്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഒബീലിയ എന്നൊരു കൊളോണിയൽ ഫോം ആണ്. അപ്പോൾ polymorphism is a phenomenon exhibited only by colonial forms in which there are two or more morphologically different types of individuals are present. ഒരു കോളനിയിൽ പല ഒന്നിൽ കൂടുതൽ ആനിമൽസ് വന്നാലല്ലേ അതൊരു കോളനി ആവുള്ളൂ. പക്ഷെ അതിനകത്തുള്ള ആനിമൽസ് മോർഫോളജിക്കലി ഡിഫറെൻ്റാണ്, പല തരത്തിലായിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഫിനോമിനെ ഒക്കെ പറയുന്നതാണ് പോളിമോർഫിസം. നമ്മളിപ്പം എന്തുവാ പറയുന്നത്, തേനീച്ച കൂടെ എടുക്കും, അതൊരു കോളനി പോലെയാണ് ജീവിക്കുന്നത്. അതിനകത്ത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം വർക്കേഴ്സ് ഉണ്ട്, ക്യൂനുണ്ട്, ക്യൂന് ഏറ്റവും വലുതായിരിക്കും, വർക്കേഴ്സ് ഉണ്ട്, ഡ്രോൺസ് ഉണ്ട്. അപ്പോൾ അവരെല്ലാവരെയും നമുക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്, കോളനിയായിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഫിനോമിനെയാണ് പറയുന്നത് പോളിമോർഫിസം. Polymorphism is a phenomenon exhibited only by colonial forms in which there are two or more morphologically different types of individuals. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫിനോമിനൻ ഇവർ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ്? ഈ ഫൈലം നൈഡേറിയയിൽ ടിപ്പിക്കലായിട്ട് ഞാനിവിടെ പഠിപ്പിക്കുന്ന ഇതിനകത്ത് ഈ ഒബീലിയ കോളനി എക്സിബിറ്റ് ചെയ്ത ഫിനോമിനൻ ഓഫ് പോളിമോർഫിസം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇവരെല്ലാം ഇൻഡിവിജ്വൽസ് ആണ്. ഇത് ലാറ്ററൽ ബ്രാഞ്ചസ് ക്യാരി the individuals of the colony. In Obelia colony, there are two types of individuals. One is called hydrant and other is called blastostyle. Different types of individuals are performing different functions of the colony. Colony different functions perform ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എന്താ പറയുന്നത്, തേനീച്ചയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരുടെ ഡ്രോൺസിനൊരു ജോലിയുണ്ട്, വർക്കേഴ്സിനൊരു ജോലിയുണ്ട്, ക്യൂവിനൊരു ജോലി. അതുപോലെ തന്നെ അവർ മോർഫോളജിക്കലി ഡിഫറെൻ്റ് ആയത് തന്നെ ഫോർ പെർഫോമിങ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ദ കോളനി. ഇവിടെ ഈ ഒബീലിയ കോളനി there are two different types of individuals and one is called a blastostyle and the other is called a hydrant. The hydrant is for nutritive in function and the blastostyle is reproductive in function. In this hydrorhiza, hydrocolus, and here these hydrorhiza and the hydrocolus are formed of tube-like portions, and the wall of the tube is formed of an outer layer of ectoderm and the inner layer of endoderm. In between the ectoderm and the endoderm, there is a non-cellular jelly-like substance called a mesoglia, and this condition is called a diploblastic condition. Diploblastic condition. The tube or the cell wall is formed of two distinct layers of cells, the outer ectoderm and the inner endoderm. In between the ectoderm and the endoderm, there is a jelly-like substance called a mesoglia, and this type of condition, and this type of cellular arrangement is called a diploblastic condition. In cnidarians are diploblastic. Cnidarians are diploblastic. Correct? Diploblastic. Most of the cnidarians are
all are aquatic. Most of the cnidarians are marine. Some are freshwater. They are diploblastic. Certain most of the cnidarians exhibit a phenomenon called polymorphism. Polymorphism. Pinna diploblastic condition. And this tubes are the diploblastic tubes. These tubes are called cenosarc. This tube-like portion is called cenosarc. ഇവിടെയുള്ള എല്ലാ ഈ ട്യൂബ് ലൈക്ക് പോർഷനും പറയുന്നത് സീനോസാർക്കാണ്. ഔട്ടർ ആ സീനോസാർക്ക് wall is formed of two distinct layers. Outer ectoderm അതൊക്കെയാണ്. This wall is called the cenosarc. Outer to the cenosarc there is a protective non-cellular transparent layer. Outer ഇതിന് പറയുന്നത് cenosarc എന്നാണ്. Cenosarc. This tubular portion is called cenosarc, and outer to the cenosarc there is a non-cellular transparent protective covering, and this protective covering is called a perisarc. Very good. ആ ഫുൾ ട്യൂബിന്റെയും ഔട്ടറിൽ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ട് നോൺ സെല്ലുലാർ ട്രാൻസ്പാരന്റ് കവറിംഗ് ഇസ് ദയർ. And this protective covering is called a perisarc. Perisarc. കണ്ടോ? എന്നിട്ട് ഇത് എവിടെയെങ്കിലും അറ്റാച്ച്ഡ് ആണെങ്കിൽ ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. ഇതിങ്ങനെ ഫ്ലെക്സിബിൾ ആണ്. നിങ്ങള് ഒരു സ്ട്രോ കണ്ടിട്ടില്ലേ? ആ സ്ട്രോയെ നമ്മളിങ്ങനെ ഗ്ലാസിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇട്ടിട്ട് അതിൻ്റെ അറ്റം ഇങ്ങനെ അതിൻ്റെ ഒരു വളയ്ക്കുന്ന സ്ഥലം നിങ്ങൾക്ക് വളയ്ക്കാൻ പറ്റുന്ന സ്ട്രോ ഇല്ലേ, ഇങ്ങനെ ചുരുക്കുകയാണ് ആ സ്ട്രോയില്. അതേപോലെ തന്നെ ഇതിന്റെ ഈ പെരിസർക്കിന്റെ ഈ ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട് ഇവിടെ ചില റിംഗ് ലൈക്ക് പോർഷൻസ് ഉണ്ട്. ദേ ആർ കോൾഡ് അന്നുലൈ. അതൊക്കെ ആ ട്യൂബ്സിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതൊന്ന് അടിച്ചു കാണിച്ചു തരാം. കണ്ട പിള്ളേരെ, ഇത് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഇങ്ങനെ കളയാൻ വേണ്ടിയിട്ട് ആ സ്ട്രോ ഇങ്ങനെ ഇരിക്കുന്ന സ്ട്രോ ഇങ്ങനെ കുടിക്കുന്നുണ്ട്. ഇങ്ങനെ വളയ്ക്കാനായിട്ടുള്ള ചില ചുരുക്കുകൾ കാണുന്നില്ലേ, അതേപോലെ ഈ പെരിസാർക്കിന് സഡൻ എന്താ പറയുക ആനുലൈ എന്നാണ് പറയുന്നത്. കണ്ട അവിടെ ചില റിംഗ് ലൈക്ക് പോർഷൻസ് ഉണ്ട്. അതിങ്ങനെ വെറുതെ ഇങ്ങനെ അവിടെ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ വളയ്ക്കാം. ഇതൊക്കെ ഇവിടെ ഇങ്ങനെ വളയ്ക്കാം അനുലൈ. അത് പെരിസാർക്കിന്റെ ഒരു റിംഗ് ലൈക്ക് പോർഷനാണ് അനുലൈ. അപ്പോൾ ഹൊറിസോണ്ടൽ പോർഷൻ ഇസ് കോൾഡ് ഹൊറിസോണ്ടൽ പോർഷൻ ഇസ് കോൾഡ് ഹൈഡ്രോറൈസ. ഹൈഡ്രോറൈസ വെച്ചിട്ടാണ് സബ്സ്ട്രേറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്യുന്നത്. അവിടുന്ന് വെർട്ടിക്കൽ പോർഷൻസ് ഉണ്ട്. വെർട്ടിക്കൽ പോർഷൻസ് ആർ കോൾഡ് ഹൈഡ്രോകോളസ്. ഹൈഡ്രോകോളസിൽ നിന്ന് ലാറ്ററൽ ബ്രാഞ്ചസ് അറൈസ് ചെയ്യും. ആ ലാറ്ററൽ ബ്രാഞ്ചസിന്റെ അറ്റത്താണ് ഇൻഡിവിജ്വൽസ് ഓഫ് ദ കോളനി ഇരിക്കുന്നത്. ദ ലാറ്ററൽ ബ്രാഞ്ചസ് ക്യാരി ദ ഇൻഡിവിജ്വൽസ് ഓഫ് ദ കോളനി. ഇൻഡിവിജ്വൽസിനെ പറയുന്ന സുവേർഡ്സ് എന്നാണ്. ഇൻ ഒബീലിയ കോളനി ദർ ആർ 2 types of individuals, one for reproduction and the other for nutrition. And എന്താ പറയുന്ന nutritive suwords are provided with mouth and tentacles.
Tentacles ഉണ്ട്. ഇവിടെ mouth directed upwards and the mouth is surrounded by tentacles. ഇത് ഈ പച്ച കളർ വരച്ചേക്കുന്ന tentacles ആണ്. Mouth is present on an elevated portion and this portion is called a manubrium. Manubriumത്തിന്റെ ഇത് manubrium ആണ്. ഒരു elevated portion ഇങ്ങനെ കപ്പ് പോലെ ഇരിക്കും പൊങ്ങിയിട്ട് that portion is called a manubrium. അതിന്റെ ടിപ്പിലായിട്ട് മൗത്ത് ഇരിക്കുന്നു. Mouth is surrounded by tentacles ആണ്. Tentacles ഇരിക്കുക. പിന്നെ ഈ ബ്ലാസ്റ്റോസ്റ്റൈലിന് ഇതൊന്നും വേണ്ട, റീപ്രൊഡക്ഷൻ അല്ലേ. ബ്ലാസ്റ്റോസ്റ്റൈൽ ഇസ് ഡിവൈഡ് ഓഫ് മൗത്ത് ആൻഡ് ടെന്റക്കിൾസ്. ഈ ബ്ലാസ്റ്റോസ്റ്റൈലിന് മൗത്തോ ടെന്റക്കിൾസോ ഒന്നും തന്നെ ഇല്ല. അതേസമയം ഇവർ റീപ്രൊഡക്ഷൻ ആണ് ഇവരുടെ ഫംഗ്ഷൻ. ഇവിടുന്ന് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. അവർക്ക് ന്യൂട്രിയൻസ് വേർഡ് അല്ലല്ലോ, അപ്പൊ അവരുടെ കയ്യിൽ മൗത്തും ടെന്റക്കിൾസും ഫുഡ് ക്യാപ്ചറിനുള്ള സാധനങ്ങളൊന്നും തന്നെ വേണ്ട. ദിസ് individual or sword is called a hydran. Hydran is for hydran is nutritive in function and hence it is provided with the mouth and tentacles, and the mouth is present at the top position of elevated structure called a manubrium. പിന്നെ ഇത് reproductive sword ഒരു blastostyle ആണ്. The entire colony is formed of tube-like portions and this tube-like portion is called a cenosac. Cenosac അല്ലെങ്കിൽ the tube in the outer ectoderm, inner endoderm, and this condition is called a diploblastic condition. Cenosac in the വെളിയിൽ outer to the cenosac there is a protective non-cellular transparent layer and it is called a perisac. The portion of the perisac covering the blastocyst is called a gonotheca. The portion of the cenosac, the portion of the perisac, are protective covering, and the portion of the perisac covering the blastocyst is called a gonotheca. Gonotheca. A similar covering is present around the hydrant. The portion of the perisac covering the hydrant is called hydrotheca. Hydrotheca. അപ്പോൾ ദിസ് ഈസ് ഒബീലിയ കോളനി. ഒബീലിയ കോളനി ചോദിച്ചാൽ എക്സ്പ്ലെയിൻ ഒബീലിയ കോളനി എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത് എഴുതിയാൽ മതി. Here in Obelia colony there are two types of individuals and it is a colonial form, and ഇവിടെ രണ്ട് തരത്തിലുള്ള individuals ഉള്ളതുകൊണ്ട് നമുക്ക് പറയാം Obelia colony is dimorphic. Due to the presence of two types of individuals in Obelia colony is described as dimorphic. Swords എന്ന് പറഞ്ഞാൽ the individualsനെയാണ് പറയുന്നത് swords. Swords are the individuals of the colony. But it is a colonial form, an attached form, it is an marine form, and the colony is attached to the substratum by root-like portions. A root-like horizontal portion is called the hydrorhiza. From the hydrorhiza, vertical branches arises. Our vertical branches are called hydrocolus. Hydrocolus in the lateral branches arise. And lateral branches in the individuals of the colony carry the individuals are called swords. And in Obelia colony there are two types of individuals, and hence Obelia colony is dimorphic. Two types of individuals, one for reproduction called a blastostyle and the other for nutrition called a hydrant. The entire colony is formed of tubes, and these tubes are called a cenosac. Outer to the cenosac there is a protective non-cellular layer, a transparent layer, and this layer is called a cenosac. A perisac, the portion of the perisac, red color, the portion of the perisac covering the blastocyst is called a gonotheca, and the portion of the perisac covering the hydrant is called a hydrotheca. ഇതാണ് ഒബീലിയ കോളനി കേട്ടല്ലോ. ഇനി എന്താ നടക്കുന്നത് നോക്കാം. ഇവര് രണ്ട് തരത്തിൽ റീപ്രൊഡ്യൂസ് ചെയ്യും. എന്താ ഈ നൈഡേറിയൻസ് റീപ്രൊഡ്യൂസേഴ്സ് ബോത്ത് സെക്ഷുവലി ആൻഡ് അസെക്ഷുവലി. സെക്ഷുവൽ റീപ്രൊഡക്ഷനും അസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്.
From the blastocele, a third type of zooids are produced. Zooids are individuals. ഈ ബ്ലാസ്റ്റോസ്റ്റൈലിൽ നിന്ന് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് സുവോയിഡിൽ നിന്ന് ഒരു മൂന്നാമത് ഒരു ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ആർ പ്രൊഡ്യൂസ്ഡ്. ദേ ആർ കോൾഡ് മെഡുസേ. The medusae are formed from the ഒരു third type of individuals are formed from the blastocele, and these zooids are called a medusa. With the formation of medusae, the obelia colony is now as trimorphic. With the formation of medusa, the obelia colony consists of 3 types of individuals. Colony nu vittu povu avare individuals parayna medusa ennaanu. With the formation of medusae, obelia colony is now described as trimorphic. appo avudunna medusa engane form cheyyunnu nokkam. Medusa ഇവരാണെങ്കിൽ attached and sedentary forms ആണ്. ഈ ഒബീലിയ കോളനി അറ്റാച്ച്ഡ് ആൻഡ് സെഡൻഡറി ഫോം ആണെങ്കിൽ, മറ്റവരാണെങ്കിൽ ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് അംബർല ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അത് ഇവിടുന്നാണ് ഉണ്ടായി പോകുന്നത്. അത് ഒന്ന് വരയ്ക്കട്ടെ. From the blastocele, a third type of individuals are produced. They are called medusae. Little medusa, plural medusae. And these medusae are dioecious. Male and female ഉണ്ട്, രണ്ട് തരത്തിലുള്ള മെയിൽ മെഡിസ ഉണ്ട്, ഫീമെയിൽ മെഡിസ ഉണ്ട്. അപ്പം ബ്ലാസ്റ്റോസ്റ്റൈലിൽ നിന്ന് മൂന്നാമതൊരു ടൈപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് ഈ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. ഇവർ തന്നെയാണ്, ഇവരിൽ നിന്ന് ഒരു മൂന്നാമതൊരു ഇൻഡിവിജ്വൽസ് ഉണ്ടായി. പക്ഷെ അവർക്ക് ഇങ്ങനെ അറ്റാച്ച്ഡ് ആയിട്ട് ജീവിക്കാൻ ഇഷ്ടമല്ല. അവർക്ക് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് ഇങ്ങനെ പോകണം. ഇപ്പോഴത്തെ ന്യൂജൻ ആൾക്കാരല്ലേ, വീട്ടിലൊന്നുമില്ല, ഇങ്ങനെ വേറെ നാട്ടിലൊക്കെ പോയി ജീവിക്കാൻ ഇഷ്ടമുള്ളവർക്ക്. അതേപോലെയാണ് ഇവർ എന്നെ കൊണ്ടുപോയി ഇവിടെ നിന്ന് ഞങ്ങളെല്ലാം ഒന്ന് പോയി കണ്ടിട്ട് പറ്റുന്നത്. ഇവരൊരു ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ട് അവരുടെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇത് ട്യൂബുലറാണ്. ഇവർ ട്യൂബുലറാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഫോമിന് പറയുന്നത് പോളിപ്പോയിഡ് ഫോം എന്നാണ്. അപ്പൊ നൈഡേറിയൻസിൽ മെയിൻ ആയിട്ട് 2 ടൈപ്സ് ഓഫ് ബോഡി ഫോംസ് ഉണ്ട്. പോളിപ്പോയിഡ് ഫോംസും ഉണ്ട്, മെഡുസോയിഡ് ഫോംസും ഉണ്ട്. ഈ നൈഡേറിയൻസ് എക്സിബിറ്റ് 2 ടൈപ്സ് ഓഫ് ബോഡി പ്ലാൻസ്. പോളിപ്പോയിഡ് ഫോംസും മെഡുസോയിഡ് ഫോംസ്. പോളിപ്പോയിഡ് ഫോംസ് എപ്പോഴും തന്നെ അറ്റാച്ച്ഡ് ആൻഡ് സെഡൻഡറി ഫോംസ് ആയിരിക്കും. അതേസമയം പിന്നെ മെഡുസോയിഡ് ഫോംസ് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിരിക്കും. യൂഷ്വലി ഒരു ബെൽ ഷേപ്പോ അംബർല ഷേപ്പോ വല്ലതും ആയിരിക്കും. അപ്പൊ ഇവിടെ ഇൻ ദിസ് കേസ് from the blastocele, a third type of individuals are produced, and they are called a medusae. And the medusae are dioecious. Male medusa and female medusa are there, and free floating ആണ്. ഇവിടുന്ന് സ്പേം ഉണ്ടാവുന്നു, മെയിലിൽ നിന്ന് സ്പേം ഉണ്ടാവുന്നു, ഇത് ഓവ ഉണ്ടാവുന്നു. ഇവർ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാവുന്നു. ദിസ് സൈഗോട്ട് അണ്ടർഗോ ഡിവിഷൻ and
And a very small tiny larva is formed, and this larva is called a planula larva. Planula larva. Planula larva. ഈ നൈഡേറിയൻസിന്റെ ലാർവയുടെ പേരാണ് പ്ലാനുല ലാർവ. നമ്മൾ കോണിഫറയിൽ 2 ലാർവ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഓർമ്മ വേണം. ഓരോ ഫൈലത്തിലും അവരുടെ ലാർവൽ ഫോംസ് അതൊക്കെ ഓർമ്മ വേണം. മറ്റേ ആൻഫിബ്ലാസ്റ്റിലെ പാരൻകൈപ്പിലൊക്കെ പഠിച്ചില്ലേ, അതേപോലെ തന്നെ ഇവിടെ നൈഡേറിയൻസിന്റെ ലാർവയുടെ പേര് പ്ലാനുല ലാർവയാണ്. സീലിയേറ്റഡ് ആണ്, ഒരു ഓവൽ ഷേപ്പാണ്. ഒരു എൻഡ് കുറച്ച് ബ്രോഡ് ആയിരിക്കും, ദ ഓപ്പോസിറ്റ് എൻഡ് ഇസ് നാരോ. ആഫ്റ്റർ എ വെരി ഷോർട്ട് അല്ലെ വെരി ബ്രീഫ്, അവരിങ്ങനെ കുറച്ചൊന്ന് ഒഴുകി നടക്കും. ആഫ്റ്റർ എ വെരി ഷോർട്ട് ഫ്രീ സ്വിമ്മിങ് ലൈഫ് അവർക്ക് മതിയായി. ആൻഡ് ദിസ് ലാർവ ബിക്കംസ് അറ്റാച്ച് ടു എ സബ്സ്ട്രേറ്റം. ഏതെങ്കിലും ഒരു സബ്സ്ട്രേറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്തൊരു ചെറിയ ഹൈഡ്ര പോലത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടാകുന്നു. ദിസ് ഫോം ഇസ് കോൾഡ് ഹൈഡ്രുല സ്റ്റേജ്. Immediately, this hydrilla stage develops a mouth at the top, and from the this portion column, lateral branches arises, and this obelia colony is formed. അപ്പൊ എങ്ങനെയാന്ന് നോക്കിയേ. ദിസ് ഈസ് ദ ലൈഫ് ഹിസ്റ്ററി ഓഫ് ഒബീലിയ കോളനി, അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ ഓഫ് ഒബീലിയ കോളനി. ഒബീലിയ കോളനി ഇങ്ങനെ എവിടെയെങ്കിലും അറ്റാച്ച് ചെയ്തിട്ട് നമ്മൾ വെറുതെ നോക്കുവാണെങ്കിൽ പൂട പോലെ ഇരിക്കും. നേക്കഡ് ആയി വെച്ച് നോക്കുവാണെങ്കിൽ ഇറ്റ്സ് എ ഫർ ലൈക്ക് ഗ്രോത്ത് ഓൺ എ സബ്സ്ട്രേറ്റ്. സബ്സ്ട്രേറ്റ് എന്ത് വേണമെങ്കിലും റോക്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വുഡൻ പൈലിലോ അല്ലെങ്കിൽ വല്ല ഇലയുടെ മേലിലോ അങ്ങനെ ഒരു ബ്രൗൺ കളറിലെ ഫർ പോലെ തന്നെ തോന്നും, പൂട പോലെ ഇരിക്കും. അതിന് നമ്മൾ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുവാണെങ്കിൽ അത് മുഴുവൻ ട്യൂബ് പോലെ ഇരിക്കും. പക്ഷെ ആ ട്യൂബിന്റെ ചില പോർഷൻ വെച്ചിട്ടാണ് ഏതെങ്കിലും സബ്സ്ട്രേറ്റത്തിലോട്ട് അറ്റാച്ച് ചെയ്യുക. അത് ഹൊറിസോണ്ടൽ പോർഷനാണ്. അതിനെ ഹൈഡ്രോറൈസ് ചെയ്യുന്നു. അതിൽ നിന്ന് മേപ്പോട്ട് ഇങ്ങനെ ചെടി വളരുന്ന പോലെ മേപ്പോട്ടുള്ള വെർട്ടിക്കൽ ബ്രാഞ്ചസിന്, ആ വെർട്ടിക്കൽ ബ്രാഞ്ചസിന് ഹൈഡ്രോപോളസ് എന്നും പറയാം. ഹൈഡ്രോപോളസിൽ ലാറ്ററൽ ബ്രാഞ്ചസിന്റെ അറ്റത്ത് ഇൻഡിവിജ്വൽസ് ഉണ്ട്. ആ ഇൻഡിവിജ്വൽസിനെ നമ്മൾ സൂവാർഡ്സ് എന്ന് പറയും. ഒബീലിയ കോളനിയിൽ 2 തരത്തിലുള്ള സൂവാർഡ്സ് ഉണ്ട്. ഒരെണ്ണത്തിന് പറയുന്നത് ഹൈഡ്രാന്ത് എന്നും മറ്റേതിന് പറയുന്നത് ബ്ലാസ്റ്റോസ്റ്റൈലും. ഹൈഡ്രാന്ത് എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് സൂവൈഡ്, മറ്റേത് റീപ്രൊഡക്റ്റീവ് സൂവൈഡോ. അപ്പോൾ ഇത് ഡൈമോർഫിക് ആണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്നിട്ട് കുറച്ച് കഴിയാൻ നേരത്ത് ഈ റീപ്രൊഡക്റ്റീവ് സൂവൈഡ് എന്ന് പറഞ്ഞാൽ ബ്ലാസ്റ്റോസ്റ്റൈലിൽ നിന്ന് മെഡുസ ഉണ്ടാകുന്നുണ്ട്. ബ്ലാസ്റ്റോസ്റ്റൈലിൽ നിന്ന് മെഡുസ ഉണ്ടാകുന്നത് asexually ആണ്. The medusae are formed from the blastostyle asexually. എങ്ങനെയാ? asexually ആണ്. asexually ആണ്. The medusae are formed from the blastocyle asexually, but the medusae are dioecious. Medusa reproduces sexually. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ മെയിൽ ഫീമെയിൽ ഉണ്ട്, ഗാമറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, യൂണിയൻ നടക്കുന്നു, സൈഗോട്ട് ഉണ്ടാകുന്നു, ഡിവിഷൻ നടക്കുന്നു, ലാർവൽ ഫോം ഉണ്ടാകുന്നു. അപ്പൊ ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് സെക്ഷുവലിയും ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷനുമാണ്. The Obelia colony reproduces asexually, but the Medusa reproduces sexually. എന്നിട്ട് ഒരു പ്ലാന്റിലെ ലാർവ ഉണ്ടായിട്ട് അത് ആഫ്റ്റർ എ വെരി ഷോർട്ട്, കുറച്ച് നേരം ഇങ്ങനെ ഒഴുകി നടക്കും, ആഫ്റ്റർ എ വെരി ഷോർട്ട് ഫ്രീ സ്വിമ്മിംഗ് ലൈഫ് becomes settled, attached to a substratum, develop mouth and tentacles. മൗത്ത് ടെൻറ്റക്കിൾസ് ഒക്കെ ഉണ്ടായി.
മൗത്ത് ടെൻഡക്കിൾസ് ഒക്കെ ഉണ്ടായിട്ട് പതുക്കെ ഒബീലിയ കോളനി ആകും. അപ്പൊ ഒബീലിയ കോളനി ഇതിൽ നിന്ന് ഇതുപോലത്തെ ഒരു ഒബീലിയ കോളനി ഉണ്ടാകത്തില്ല പിള്ളേരെ കേട്ടോ. ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷുവലിയാണ്. ഇവരുടെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പൊ ഒബീലിയ കോളനി റീപ്രൊഡ്യൂസസ് asexually, but the medusa reproduces sexually. മെഡുസയിൽ നിന്നും മെഡുസ ഉണ്ടാകത്തില്ല. മെഡുസ ഇങ്ങനെ പോയിട്ട് ഇതേ ഉണ്ടാവുള്ളൂ. എന്തുവാ, ഇങ്ങനത്തെ ഒരു അറ്റാച്ച്ഡ് ഫോമേ ഉണ്ടാവും. ഈ അറ്റാച്ച്ഡ് ഫോമിൽ നിന്ന് അറ്റാച്ച്ഡ് ഫോം ഉണ്ടാകത്തില്ല. ഇവിടുന്ന് ദിസ് അറ്റാച്ച്ഡ് ഫോം ഇസ് കോൾഡ് പോളിപ്പോയിഡ് ഫോം ഓർ പോളിപ് ഫോം. അപ്പൊ പോളിപ്പോയിഡ് ഫോം റീപ്രൊഡ്യൂസസ് asexually. പോളിപ്പോയിഡ് ഫോം എന്ന് പറയുന്നത് ദിസ് അറ്റാച്ച്ഡ് ട്യൂബുലർ പോർഷൻ. ഇവരുടെ മൗത്തും ടെൻഡക്കിൾസ് ഒക്കെ ഡയറക്റ്റഡ് അപ്വേർഡ്സ് ആണ്, അല്ലെങ്കിൽ മേളിലോട്ടാണ്. ഇത് കണ്ടോ. അപ്പം ദിസ് പോളിപ്പോയിഡ് ഫോം റീപ്രൊഡ്യൂസസ് asexually, but the medusoid form reproduces sexually. And this phenomenon is called metagenesis. This phenomenon is called metagenesis. Kata metagenesis nu parnal it is a phenomenon in which there is a regular alternation of sexual അല്ലെങ്കിൽ asexual generation with sexual generation. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആനിമൽസ് ചില സീസൺ മുഴുവനും വന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. എന്ന് വെച്ചാൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ ആവശ്യത്തിന് മെയിൽ ഫീമെയിൽ ഉണ്ട്, അവരുടെ കണ്ടീഷൻസ് എല്ലാം വളരെ ഫേവറബിൾ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, അവർ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. എന്തെങ്കിലും അൺഫേവറബിൾ കണ്ടീഷൻ വന്നാൽ നമ്മൾ പറഞ്ഞു എന്തോ ജെമ്യൂൾ ഫോർമേഷൻ, പോളിഫെറയിലൊക്കെ ജെമ്യൂൾ ഫോർമേഷൻ എപ്പോഴാണ് നടക്കുന്നത്, അൺഫേവറബിൾ കണ്ടീഷൻ മെയിലും ഫീമെയിലും ഒന്നും ഇല്ലെങ്കിൽ അവർ ചില സീഡ്സ് പോലെ വല്ലതൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് ഫേവറബിൾ കണ്ടീഷനിൽ നമ്മൾ പൊട്ടി മണക്കുന്നത് പോലെ തന്നെ അവിടെ ഒരു തരം റീപ്രൊഡക്ഷൻ നടക്കുന്നു. അപ്പൊ എന്തുവാ, ഒരു കുറെ നാള് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തി അത് കഴിഞ്ഞിട്ട് അൺഫേവറബിൾ കണ്ടീഷൻ വരുമ്പം സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നു. അതല്ല മെറ്റാജെനിസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷുവൽ കഴിഞ്ഞിട്ട് അസെക്ഷുവലേ വരാവുള്ളൂ. അസെക്ഷുവൽ കഴിഞ്ഞിട്ട് അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നിന്ന് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന ആൾക്കാർ വരണം, സെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നിന്ന് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, ഇങ്ങനെ റെഗുലർ ആയിട്ട് പാടുള്ളൂ ഇൻ മെറ്റാജെനിസിസിൽ അങ്ങനെ വരാവുള്ളൂ. ഇറ്റ് ഈസ് എ ഫിനോമിനൻ ഇൻ വിച്ച് ദർ ഇസ് എ റെഗുലർ alternation of sexual generation with asexual generation. ഇങ്ങനെ പാടുള്ളൂ. അസെക്ഷുവൽ കഴിഞ്ഞ് സെക്ഷുവൽ ഇങ്ങനെ വരണം. റെഗുലർ ആൾട്ടർനേഷൻ ഓഫ് അസെക്ഷുവൽ ജനറേഷൻ വിത്ത് സെക്ഷുവൽ ജനറേഷൻ. അല്ലാതെ ഒരു കുറെ കാലം ഇങ്ങനെ അങ്ങനെയല്ല. റെഗുലർ ആയിട്ട് ഓൾട്ടർ ചെയ്യുവാണ് അസെക്ഷുവൽ ജനറേഷനോ സെക്ഷുവൽ ജനറേഷനോ ആണെങ്കിൽ ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് മെറ്റാജെനിസിസ്. അപ്പൊ ഫൈലം നൈഡേറിയൻസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് എക്സിബിറ്റ് എ ഫിനോമിനൻ ഓഫ് മെറ്റാജെനിസിസ്. അപ്പം നൈഡേറിയൻസിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയാവുന്നത് പോളിമോർഫിസം എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, മെറ്റാജെനിസിസ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്, പ്രസൻസ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്റ്റിങ്ങിങ് സെൽസ് ഓർ നൈഡോബ്ലാസ്റ്റ് സെൽസ്, അവര് ഡിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ ആണ്, അതൊക്കെ ചെയ്യും പറയാൻ പറ്റും. സിലിണ്ടറൈഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നമ്മൾ enumerated the salient features of cylindrites എന്ന് ചോദിച്ചാൽ എന്തൊക്കെ എഴുതും നിങ്ങൾ? They are the simplest metazoans with a tissue grade of organization. All are aquatic. Most of the cnidarians are marine. Few are freshwater. പിന്നെ അവരുടെ ബോഡി ലെയർ എങ്ങനെയായിരിക്കും? The body wall consists of an outer layer. It is formed of an outer layer, ectoderm, inner endoderm, middle mesoglea, and this condition is called a diploblastic. And cnidarians are diploblastic animals. And the cnidarians possesses a special type of cells called stinging cells or cnidoblast cells or cnidocytes. And due to the presence of these cnidoblast cells, they are called phylum Cnidaria. Cnidarians.
They exhibit a special phenomenon called എന്താ പറയുക, ഇവർ കൊളോണിയൽ ഫോമിൽ കാണും, അല്ലെങ്കിൽ സോളിറ്ററി ആയിട്ടും കാണും. നൈഡേറിയൻസ് കോളനി ആയിട്ടും കാണും, സോളിറ്ററി ആയിട്ടും കാണും. Most of the colonial forms exhibit a phenomenon called polymorphism. അതും ഒരു നൈഡേറിയന്റെ characteristic feature ആണ്. Polymorphism is a phenomenon in which two or more morphologically different types of individuals present in a colony. അതാണ് polymorphism. പിന്നെ അതുപോലെ ഇവർ എക്സിബിറ്റ് എ ഫിനോമിനൻ കോൾഡ് മെറ്റാജെൻസിസ്. മെറ്റാജെൻസിസ് ആർ alternation of generation. Metagenesis is also known as alternation of generation. Alternation of generation or metagenesis is a phenomenon in which there is a regular alternation of sexual generation with asexual generation. Reproduction ഇവർ എങ്ങനെയാണ് Nigerians both sexually and asexually. The development involves a larval form called planula larva. Planula larva. പിന്നെ ഇതൊക്കെയാണ് ഈ നൈഡേറിയൻസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ്. ഒബീലിയ കോളനി വേണമെങ്കിൽ ചോദിക്കാം, അത് ചോദിച്ചാൽ ഇത്രയും മാത്രം എഴുതിയാൽ മതി. മെഡുസയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് വേണമെങ്കിൽ ചോദിക്കാം. മെഡുസയുടെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ. അപ്പൊ ഈ ഡയഗ്രാം തുടച്ചേക്കട്ടെ. മെഡുസ എവിടുന്നാ ഉണ്ടാകുന്നത്? മെഡുസ ആർ ഫോംഡ് ഫ്രം ദ ബ്ലാസ്റ്റോസ്റ്റൈൽ. ബ്ലാസ്റ്റോസ്റ്റൈൽ എന്താ? ഒബീലിയ കോളനിയിലെ റീപ്രൊഡക്റ്റീവ് സൂവാർഡ് ഈസ് കോൾഡ് ബ്ലാസ്റ്റോസ്റ്റൈൽ. ബ്ലാസ്റ്റോസ്റ്റൈൽ റീപ്രൊഡക്റ്റീവ് സുവാർഡ്. സുവാർഡ് തന്ന ഇൻഡിവിജ്വൽ തന്നെയാണ്. അപ്പൊ ഒബീലിയ കോളനിയിലെ റീപ്രൊഡക്റ്റീവ് സുവാർഡിന് പേരാണ് ഒബീലിയ അല്ല ബ്ലാസ്റ്റോസ്റ്റൈൽ. ഫ്രം ദ ബ്ലാസ്റ്റോസ്റ്റൈൽ മെഡുസ ആർ ബഡഡ് ഓഫ്. ബഡിങ് എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, ബഡിങ്. അപ്പൊ ഫ്രം ദ ബ്ലാസ്റ്റോസ്റ്റൈൽ മെഡുസ ആർ ഫോംഡ് അസെക്ഷുവലി. ബഡിങ് ആണ്. അവിടെ ഒരു മെയിലോ ഫീമെയിലോ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. അവരുടെ മേളിൽ നിന്ന് ഇങ്ങനെ ഈ ഇത് കണ്ട ഇവര് മെഡിസയാണ്. മെഡിസ ഉണ്ടായി പാകമാകുമ്പോൾ വിട്ടുപോരുക ചെയ്യുന്നത്. ബഡായിട്ട് ഇങ്ങനെ ഉണ്ടായി അത് പാകമാകുമ്പോൾ മെച്യൂർ ആകുമ്പോഴത്തേക്കും ദീസ് മെഡുസ ആർ ഫോംഡ് ഫ്രം ദ ബ്ലാസ്റ്റോസ്റ്റൈൽ ബൈ ബഡിങ്. മെഡുസ ആർ ഫോംഡ് ഫ്രം ഇവിടുന്ന് ഫോംഡ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ വഴിയാണ്. Budded off from the blastocyst. Medusa are budded off from the blastocyst. Budding എന്ന് പറഞ്ഞാൽ തന്നെ asexual reproduction ആണ്. ഓർത്തിരുന്നോ? These medusa are umbrella shaped. ഇങ്ങനെ ഒരു അമ്പർല പോലെ അവർ തുറന്നു വെച്ചൊരു അമ്പർല. മുത്തുക്കുടയില്ലേ അതുമാതിരി മുത്തുക്കുട പോലെ. ഒരു കൊട ഇങ്ങനെ ഒഴുകിയാണ്, കൊട. ഒരു കൊടയുടെ ഔട്ടർ സർഫസ് എങ്ങനെയായിരിക്കും? കോൺവെക്സ് അല്ലേ? അതുപോലെ തന്നെ ഈ മെഡുസയുടെ ഔട്ടർ സർഫസ് ഈസ് കോൺവെക്സ്. ആൻഡ് ദിസ് കോൺവെക്സ് സർഫസ് ഈസ് കോൾഡ് എക്സ് അംബർലാർ സർഫസ്. കൊട ഇങ്ങനെ തുറന്നു വെച്ചാൽ കൊടയുടെ വെള്ളം വീഴുന്ന ഭാഗം. ആൻഡ് ദിസ് സർഫസ് ഈസ് കോൾഡ് എക്സ് അംബർലാർ സർഫസ്. And the inner concave surface is called subumbrellar surface. കൊടയ്ക്ക് അകത്ത് കമ്പിയൊക്കെ കാണുന്ന സ്ഥലമില്ലേ, that portion is called subumbrellar surface and the outer convex portion is called exumbrellar surface. ഇങ്ങനെ ഇരിക്കുന്ന ഭാഗം is called convex is called exumbrellar, outer concave surface is called subumbrellar surface. കൊടയുടെ ഒരു പിടി ഇങ്ങനെ തൂങ്ങി കിടക്കത്തില്ലേ, അതെവിടുന്ന സൈഡിൽ നിന്നാണ് അല്ല സെന്ററിൽ. അതുപോലെ തന്നെ ഇതിനും ഒരു പിടിയുണ്ട് പിള്ളേരെ. ഫ്രം ദ സെന്റർ ഓഫ് ദ subumbrellar surface, from the center of the subumbrellar surface there hangs a very short എന്താ പറയുന്ന ഒരു പിടി പോലത്തെ ഇത് ഇങ്ങനെ തൂങ്ങി കിടപ്പുണ്ട് കേട്ടോ. From the center of the subumbrellar surface there hangs a very short stalk-like structure. That structure is called a manubrium. ആ manubriumത്തിന്റെ ഇങ്ങനെ ഒരു manubrium ആണ്.
ആ മനോബ്രിയത്തിന്റെ ടിപ്പില് there is a four-cornered mouth is present. കണ്ടോ ഇവിടെ ഈ സാധനം ഈ വരച്ചു വെച്ചേക്കുന്നത് മനോബ്രിയം. മനോബ്രിയത്തിനകത്ത് മൗത്ത് ഉണ്ട് കേട്ടോ, മൗത്ത്. ആ മനോബ്രിയം മൗത്ത് ലീഡ്സ് ഇൻടു ആ മനോബ്രിയത്തിന്റെ അകത്ത് ആ പിടിയില്ലേ, കൊടയുടെ പിടിക്കകത്ത് ഒരു ക്യാവിറ്റി ഉണ്ടെങ്കിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ഈ മൗത്ത് ലീഡ്സ് ഇൻടു എ ക്യാവിറ്റി ഇൻസൈഡ് ദ മനോബ്രിയം. ദാറ്റ് ക്യാവിറ്റി ഈസ് കോൾഡ് മനോബ്രിയൽ ക്യാവിറ്റി. മനോബ്രിയൽ ക്യാവിറ്റി. ആ മനോബ്രിയൽ ക്യാവിറ്റി ലീഡ്സ് ഇൻടു ഈ കൊടയുടെ നടുക്ക്. കൊട നമ്മളിങ്ങനെ കൊട തുറന്നു വെക്കുമ്പം ആ കമ്പിയെല്ലാം കൂടെ ചേരുന്ന നടുഭാഗമില്ലേ, അവിടെ ആയിട്ട് ഈ മനോബ്രിയൽ ക്യാവിറ്റി ദ മൗത്ത് ലീഡ്സ് ഇങ്ങനെ ഒരു പിടിയാണ്. ഇതിന്റെ അറ്റത്താണ് ഇത് പിടിയാണ്. പിടിയുടെ അറ്റത്ത് ഒരു ഫോർ കോർണേഡ് മൗത്ത് ഉണ്ട്. മൗത്ത് ലീഡ്സ് ഇൻടു ഈ പിടിക്കകത്തുള്ള ക്യാവിറ്റീസ് കോൾഡ് മനോബ്രിയൽ ക്യാവിറ്റി. ഇതിങ്ങനെ കൊടയിരിക്കുക. ആ മനോബ്രിയൽ ക്യാവിറ്റി ചെന്ന് നിൽക്കുന്ന അവിടെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ദാറ്റ് സ്ട്രക്ചർ ഇസ് കോൾഡ് സ്റ്റമക്ക് അല്ലെങ്കിൽ എൻഡിറോൺ. ഇവിടെ ഇത് ഇങ്ങനെ തന്നിട്ട് ഇവിടെ വരാൻ നേരത്ത് ഒരു എൻഡിറോൺ ഉണ്ട് അല്ലെങ്കിൽ സ്റ്റൊമക്ക് ഉണ്ട്. സ്റ്റമക്ക്. ആ സ്റ്റൊമക്ക് ഫ്രം ദ സ്റ്റൊമക്ക് കേട്ടോ പിള്ളേരെ, ഇത് ചെന്ന് നിൽക്കുന്ന ഇതിനകത്തോട്ടെ. ഇതിനെ പറയുന്ന സ്റ്റൊമക്ക് എന്ന്. എന്തോ ഇത് മനോബ്രിയം. മനോബ്രിയത്തിനകത്ത് മനോബ്രിയൽ ക്യാവിറ്റി. മനോബ്രിയൽ ക്യാവിറ്റി ഓപ്പൺസ് ഇൻടു ദ സ്റ്റൊമക്ക്. ഫ്രം ദ സ്റ്റൊമക്ക് ഈ കമ്പി പോകത്തില്ലേ, എന്താ പറയുന്നത്, കൊടയുടെ കമ്പി ഇങ്ങനെ പോവല്ലേ, അതേപോലെ തന്നെ ഈ സ്റ്റൊമക്കിൽ നിന്ന് 4 canals arises. These canals are called radial canals. Radial canals. And the radial canals opens into the radial canals opens into a circular canal. ആ കൊടയുടെ ചുറ്റുമായിട്ടൊരു കനാൽ ഇങ്ങനെ ഓടുന്നുണ്ട്. ദാറ്റ് കനാൽ ഇസ് കോൾഡ് സർക്കുലർ ഷേപ്പ് ആണ്, സർക്കുലർ കനാൽ. അപ്പം കൊടയുടെ പിടിയുടെ അറ്റത്തായിട്ട് മൗത്ത് ലീഡ്സ് ഇൻടു ആ പിടിക്കകത്തോട്ട് ക്യാവിറ്റീസ് കോൾഡ് മനോബ്രിയൽ ക്യാവിറ്റി. പിടിയുടെ പേര് മനോബ്രിയം. മനോബ്രിയത്തിന്റെ അറ്റത്ത് മൗത്ത് ലീഡ്സ് ഇൻടു ദ മനോബ്രിയൽ ക്യാവിറ്റി, ഓപ്പൺസ് ഇൻടു ദ സ്റ്റൊമക്ക്. സ്റ്റൊമക്കിൽ നിന്ന് ആ സ്റ്റൊമക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുക ഈ കൊടയുടെ അകത്ത്. അവിടുന്ന് 4 കനാൽസ്, 4 റേഡിയൽ കനാൽസ്. ആ റേഡിയൽ കനാൽസ് കൊടയുടെ സൈഡ് മാർജിനിൽ കൂടെ ഓടുന്ന സർക്കുലർ കനാലിലോട്ട് ഓപ്പൺ ചെയ്യും. അപ്പൊ ഫുഡൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങോട്ടെല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ വരെ ചെന്ന് മൗത്ത് ചെന്ന് പിന്നെ ഇങ്ങോട്ട് പോയി ഇങ്ങനെ. ഈ മാർജിനിലൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത്, ടെൻഡക്കിൾസ് ഒക്കെ ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ടെൻഡക്കിൾസിന്റെ താഴെ ഈ ഇതിങ്ങനെ കൊടയിങ്ങനെ ഒഴുകി പോകും. കൊട ഇങ്ങനെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ബാലൻസിങ് ഓർഗൻ ഉണ്ട്. ലിത്തോസൈറ്റ്സ് എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ടെൻഡക്കിൾസിന്റെ ബേസിലായിട്ട് കാണും. ചോദ്യം ഈ കൊട ഇങ്ങനെ ഒഴുകി പോകുമല്ലേ, ഫ്ലോട്ടിങ് ആണ്, ഫ്രീ ഫ്ലോട്ടിങ് ആയിട്ടുള്ള അംബ്രല്ല ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അതപ്പോൾ അതിനെ മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അവർക്ക് ബാലൻസിങ് ഓർഗൻസ് ഉണ്ട്. ദീസ് ബാലൻസിങ് ഓർഗൻസ് ആർ കോൾഡ് സ്റ്റാറ്റോസിസ്റ്റ്. These statocysts are present at the base of alternate tentacles. Tentacles in the alternate tentacles in the base later, there is a circular sac-like structure called a statocyst. They are balancing organs of the medusa. And medusa എന്ന് പറയുമ്പോൾ ഇവര് ഡയേഷ്യസ് ആണ്. ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്താനുള്ള ആൾക്കാരാണ്. ഇവരുടെ ഗോനാഡ്സ് ആർ പ്രസന്റ് as 4 bulgings. A radial canal in the മേളിലായിട്ട് the 4 bulgings are found. They are the gonads. Gonads are found as 4 bulgings above the radial canals. അപ്പം
മെഡുസയുടെ structure എങ്ങനെയാ? Medusa are umbrella-like bodies. They are formed from the blastocele. Blastocele are the reproductive zooids of the Ovelia colony. Ovelia colony le reproductive zooid inde perana blastocele. From the blastocele, Medusa are formed asexually. Blastocele in the Medusa from the blastocele, Medusa are formed asexually, but budded off from the blastocele. അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് അംബർല ഷേപ്പ് ആണ്. ഔട്ടർ സർഫസ് കോൺവെക്സ്, ഇന്നർ കോൺകേവ്. കോൺവെക്സ് സർഫസ് എക്സ് അംബർല, സബ് അംബർല സർഫസ്. From the center of the sub-umbrella surface, there hangs a very short stalk-like structure called the manubrium. Manubriumത്തിന്റെ ടിപ്പില് four cornered ആയിട്ടുള്ള മൗത്ത് ഉണ്ട്. Mouth leads into a cavity inside the manubrium. That cavity is called the manubrial cavity. Manubrial cavity opens into a central stomach or enteron. From the enteron, four radial canals arises. This radial canals opens into the circular canals. The circular canals runs along the margin of the umbrella. Margin ആണെങ്കിൽ tentacles ഉണ്ട്. Four gonads are found as bulgings above the radial canals. The medusae are dioecious, and the male and female medusae are there. And from the male medusa, sperms are formed. Female in the ovum are produced. അപ്പോൾ സിലിണ്ടറിഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പറയേണ്ടത് പ്രസൻസ് ഓഫ് നൈഡേറിയൻസ് ആണ്. പ്രസൻസ് ഓഫ് നൈഡോബ്ലാസ്റ്റ് സെൽസ് ഓർ സ്റ്റിങ്ങിങ് സെൽസ്. ഫിനോമിനൻ the Cnidarians exhibit a phenomenon of polymorphism. പിന്നെ പോളിമോർഫിസം പിന്നെ exhibit another phenomenon called metagenesis or alternation of generation. Metagenesis or alternation of generation is the phenomenon in which there is a regular alternation of sexual generation with asexual generation. Polymorphism എന്തുവാ? Exhibited only by colonial forms in which two or more morphologically different types of individuals for performing different functions of the colony. It is a phenomenon exhibited only by colonial forms. Cnidarians in colony and colonial forms ഉണ്ട്, solitary forms ഉണ്ട്, marine ഉണ്ട്. എല്ലാവരും aquatic ആണ്, marine ഉണ്ട്, പക്ഷെ few fresh water ഉണ്ട്. ഇവർ ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ആനിമൽസ് ആണ്. പിന്നെന്താ പറയുന്ന ഇവരുടെ ഡെവലപ്മെന്റിൽ ഒരു ലാർവൽ ഫോം വരുന്നുണ്ട്. ദാറ്റ് ലാർവ ഈസ് കോൾഡ് പ്ലാനുല ലാർവയാണ്. സെക്ഷുവലായിട്ടും എസെക്ഷുവലായിട്ടും റീപ്രൊഡ്യൂസ് ചെയ്യും. ഇവർക്ക് ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷൻ ആണെങ്കിലും ഇവർക്ക് എന്താ പറയുന്ന റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ല, സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല, എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല, സ്കെൽറ്റൽ സിസ്റ്റം ഇല്ല. ഇങ്ങനത്തെ സിസ്റ്റംസ് എല്ലാം തന്നെ ആബ്സെന്റ് ആണെങ്കിലും ഒരു നെർവസ് സിസ്റ്റം, ഒരു പൂർലി ഡെവലപ്ഡ് നെർവസ് സിസ്റ്റം ഉണ്ട് ഇവർക്ക്. പൂർലി ഡെവലപ്ഡ് നെർവസ് സിസ്റ്റം ഉണ്ട്, പക്ഷേ സർക്കുലേറ്ററി സിസ്റ്റമോ റെസ്പിറേറ്ററി സിസ്റ്റമോ എക്സ്ക്രീറ്ററി സിസ്റ്റമോ സ്കെൽറ്റൽ സിസ്റ്റമോ ഒന്നും തന്നെ ഇവർക്കില്ല. എൻഡോസ്കെൽറ്റനും എക്സോസ്കെൽറ്റനും ഒന്നുമില്ല. പക്ഷെ ഇവർക്ക് കോറൽസ് ഇവരുടെ അതിനകത്ത് വരുന്നതാണ്. കോറൽസിനകത്ത് കാൽക്കേരിയസ് സെക്രീഷൻസ് ഉണ്ട്. അത് നമുക്ക് അവസാനം പഠിക്കാം. കോറൽസ് അതും നൈഡേറിയൻസിൽ വരുന്നത്. അതല്ലാതെയുള്ള ഒരു തരത്തിലുള്ള എൻഡോസ്കെൽറ്റനോ എക്സോസ്കെൽറ്റനോ ഇവർക്കില്ല. റെസ്പിറേറ്ററി സിസ്റ്റം ഇല്ല, സർക്കുലേറ്ററി സിസ്റ്റം ഇല്ല, എക്സ്ക്രീറ്ററി സിസ്റ്റം ഇല്ല. Well developed nervous system. Tissue, it is the simplest metazoans with a tissue grade of organization. Orange. In the class.